കുഞ്ഞുകട്ടികൾ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നിങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്ത് കുടിച്ച വെള്ളത്തിന് തൊഴിലില്ലേ? ഒരു വട്ടം ഈ പുളിഞ്ചാരങ്ങൾ ഉണ്ടാക്കി വെക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പേരും ചൂരും ഉണ്ടാവും. പിന്നെ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ നീച്ചു നിൽക്കും. ആചാര്യാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മൾ തിജ്ജ് കത്തിച്ചു, ചട്ടിയടുപ്പിൽ വെച്ചു, അതിലേക്ക് കുറച്ച് വെള്ളം പാർന്നതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമാങ്ങ തൊലി ചെത്തിയിട്ട് നന്നായിട്ട് പീലർ ഉപയോഗിച്ച് ഇതേമാതിരി നൈസായിട്ട് കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്ത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇങ്ങോട്ട് ഒന്ന് മൂടി വെക്കുക. 50 സെക്കൻഡിന് ശേഷം മൂടി ഇങ്ങോട്ട് തുറക്കുക. അതിലേക്ക് 2 പോത്ത് തക്കാളി കനം കുറച്ചിട്ടോ കനം കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. പിന്നെ എന്ത് ചെയ്യുക, അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും ചെയ്യുക, കുറക്കും ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചൊറുക്കിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു 300 സെക്കൻഡ് നല്ല തിജ്ജ് കത്തി വേവിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 8 ചെറുള്ളി എടുക്കുക, നന്നായിട്ട് കുത്തി ചതക്കുക. പണ്ടൊക്കെ അത് അമ്മിമ അരച്ചിരുന്നത്. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ 8 ചെറുള്ളിയിൽ ഒരിക്കലും കൂടും ചെയ്യരുത്, കുറയും ചെയ്യരുത്. ഇങ്ങോട്ട് ഒന്നും കൂട്ടി യോജിപ്പിക്കുക. ഇടത്തോട്ട് ഇളക്കുക, ഒന്ന് മൂടി വെക്കുക. മൂടി ഇങ്ങോട്ട് തുറക്കുക. അതിലേക്ക് ഒരു 33 കല്ലിപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം പാരം ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കൊതി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അടുപ്പിക്ക് പോരുക. അതിനുശേഷം ഉപ്പുണ്ടോ നോക്കട്ടെ, ഒന്നുകൂടി നോക്കട്ടെ. സംഭവം വളരെ നന്നായിക്കൂടെ. ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ 7 ഉണക്കമത്തിട്ട് കൊടുക്കുക. ചില ആളിനനുസരിച്ച് ഉണക്കമത്തിന് എണ്ണവും കൂട്ടുക, അതുപോലെ തന്നെ വെള്ളവും കൂട്ടുക. എന്തായാലും നമ്മൾ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് നമ്മളെ പുളിഞ്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഈ ഉണക്കമത്തിലെ ചൂര് മാത്രം മതി ഒരു പാത്രം ചോറുന്ന. എന്തായാലും ഇപ്പോൾ വെട്ടി തിളച്ച് നല്ല മണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ പാരം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതേമാതിരി ഒരു മിക്സറെ കണ്ടെടുത്തിട്ട് നേരെ മാങ്ങിന് വെക്കുക. ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ പെരയിൽ തൊഴിലില്ലെങ്കിൽ 7 ഉണക്കമത്തി വായൻ്റെ ഇലയിൽ പോയിട്ട് വേറെ പരിപാടി കുറച്ച് കായ്ക്ക് ചിലവുണ്ട്. അപ്പോൾ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.